വടക്കൻ മധ്യ കേരളത്തിൽ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. വിവരങ്ങളുമായി സുവി ചേരുകയാണ്. സുവി, സംസ്ഥാനം ഒട്ടാകെ തന്നെ ശക്തമായ രീതിയിൽ മഴ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇന്നും പല ജില്ലകളിലും രാവിലെ മുതൽ തന്നെ മഴയുടെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. മഴ ശക്തമായി തന്നെ പെയ്യുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നലെ ഇടുക്കിയിൽ നമ്മൾ ആ ഒരു സാഹചര്യം കൂടി കണ്ടതാണ്. ഇന്നത്തെ അലേർട്ടുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ മാത്രമല്ല, ഇപ്പോൾ തീരദേശ മേഖലയിൽ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ്? ഹരി, മഴ സംസ്ഥാനത്ത് തുടരുന്നു എന്ന വാർത്തയാണ് നമുക്ക് ഈ നിമിഷം പങ്കുവെക്കാനുള്ളത്. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം മഴയുണ്ടാകുമെന്നാണ് ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും മഴ കനക്കും എന്ന മുന്നറിയിപ്പാണുള്ളത്. 4 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. 11 ജില്ലകൾക്കും കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 4 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. അതായത് ഈ മേഖലകളിൽ അതിശക്തമായ മഴ പെയ്യും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ഭാഗങ്ങളിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തുടരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ഒപ്പം തന്നെ മറ്റ് ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിലെല്ലാം തന്നെ യെല്ലോ അലേർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. ഈ ഭാഗങ്ങളിലും മഴയുണ്ടാകും എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അറബിക്കടലിന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഈ മഴയ്ക്ക് കാരണമായിരിക്കുന്നത്. ഇന്നലെ ഈ ന്യൂനമർദ്ദം അതിശക്തമായ ന്യൂനമർദ്ദമായിരുന്നു. അത് ഇന്ന് തീവ്ര ന്യൂനമർദ്ദമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതുകൊണ്ടാണ് മഴ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ബംഗാൾ ഉൾക്കടലിന് മുകളിലും തീവ്ര ന്യൂനമർദ്ദം രൂപം കൊണ്ടിട്ടുണ്ട്. മാന്നാർ കടലിടുക്കിന് മുകളിലും തീവ്ര ന്യൂനമർദ്ദം ഉണ്ടായിട്ടുണ്ട്. അവിടെ ചക്രവാത ചുഴിയുടെ സാന്നിധ്യമുണ്ട്. ഇതിൻ്റെ എല്ലാം സ്വാധീന ഫലമായാണ് ഇപ്പോൾ മഴ ശക്തമാകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഏർപ്പെടുത്തിയ മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. ജനങ്ങൾ ജാഗ്രത പുലർത്തണം എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ഏതായാലും വലിയ നാശനഷ്ടങ്ങൾ ഇപ്പോൾ മറ്റ് ജില്ലകളിലൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ. എന്നാലും ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങളും വെള്ളപ്പൊക്കങ്ങളും വെള്ളം കെട്ടി നിൽക്കലും എല്ലാം തന്നെ മറ്റ് ജില്ലകളിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്.